ഹായ് ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമുക്കൊരു മുട്ട ചിക്കൻ കറി ഉണ്ടാക്കാം. അതിലേക്കുള്ള സാധനങ്ങളാണ് ഇതായിരിക്കുന്നത്. ആദ്യം നമുക്ക് മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. അതിലേക്ക് വേണ്ടി പകുതി സവോളയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഉപ്പും ഒക്കെ ചേർത്ത് നമുക്ക് മുട്ട ഒന്ന് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് മാറ്റി വച്ചതിന് ശേഷം ആ പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും എല്ലാം ഇട്ടതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ടു. അതിനുശേഷം ഒരു സവാള അങ്ങോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വാട്ടി അതിലൊരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. ഒരു തക്കാളി കീറിയിട്ട് കൊടുത്തു. ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് വാടാൻ വേണ്ടി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. 1 സ്പൂണ് മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്. പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾ, 1.5 സ്പൂണ് മല്ലിപ്പൊടി. ഇതൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് നല്ല പച്ച ചുവയൊക്കെ മാറുന്നത് വരെ നല്ലവണ്ണം വശക്കണം. അത് കഴിഞ്ഞ് കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അത് നല്ലവണ്ണം വെന്തതിന് ശേഷം നമുക്ക് ഈ മുട്ടയെ ഒന്ന് ഇതേമാതിരി അരിഞ്ഞെടുക്കണം. അതിന് ശേഷം ഈ തിളച്ചിരിക്കുന്ന ഈ പരുവത്തിൽ നമുക്ക് ഈ മുട്ട അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്, സൂപ്പറാണ്. നമുക്ക് വേറെ ഒന്നും വേണ്ട, ചോറ് കഴിക്കുക, ഇത് മാത്രം മതി. ലാസ്റ്റിൽ കുറച്ച് കുരുമുളകും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയിട്ട് മാറ്റാം. ഗുഡ് മോർണിംഗ്. താങ്ക് യു.